നമ്മുടെ ലയണൽ മെസ്സി 2-3 ദിവസമായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആള് കൽക്കത്തയിൽ ശനിയാഴ്ച രാവിലെ എത്തി. അവിടുന്ന് അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ശേഷം ഹൈദരാബാദിൽ വന്നു. അതിനുശേഷം മുംബൈയിൽ വന്ന് ഇന്നലെ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് തിരിച്ചുപോയി. അപ്പോൾ ഇതിൽ മുംബൈയിൽ നടന്ന ഒരു ഇവന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മുംബൈയിൽ നമ്മുടെ ആ ഇവന്റിൽ സച്ചിൻ ടെണ്ടുൽക്കറും നമ്മുടെ സുനിൽ ഛേത്രിയും പങ്കെടുത്തിരുന്നു. ഇതിൽ സച്ചിൻ ടെണ്ടുൽക്കർ 2011 വേൾഡ് കപ്പിൽ കളിച്ച ഒരു ജേഴ്സി നമ്മുടെ ലയണൽ മെസ്സിക്ക് കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് ഞാനൊന്ന് കാണിക്കാം. ഇതായിരുന്നു ആ വീഡിയോ ക്ലിപ്പ്. ഇതില് സച്ചിൻ തന്റെ ജേഴ്സി 2011 വേൾഡ് കപ്പിലെ ജേഴ്സി മെസ്സിക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ജേഴ്സിയുടെ പിന്നിലെ കാര്യങ്ങളായിരിക്കാം മെസ്സിയോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സച്ചിൻ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടാണ് ഈ മൊമെന്റിലും ഈ ഇവന്റിലെല്ലാം നമ്മൾ കണ്ടത്. രണ്ടുപേരും തമ്മിൽ ചിരിച്ച് വർത്താനം പറയുന്നു, ചിരിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ സുനിൽ ഛേത്രിയുമായിട്ട് മെസ്സി ഇന്ററാക്ട് ചെയ്തിരുന്നു. അതിൽ മെസ്സി ഒരു ജേഴ്സി സുനിൽ ഛേത്രിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ഇതായിരുന്നു ആ വീഡിയോ. ഇതിൽ നമുക്ക് സുനിൽ ഛേത്രിയെ കാണാം. സുനിൽ ഛേത്രി മെസ്സിയുടെ നിന്ന് ജേഴ്സി മേടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സുനിൽ ഛേത്രിയുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് ഒട്ടും ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. സച്ചിനെ പോലെയല്ല നമ്മൾ ഈ ഇവന്റിൽ സുനിൽ ഛേത്രിയെ കണ്ടത്. ആളൊട്ടും ഹാപ്പി ആയിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പം ISL ഈ വർഷം നടക്കാത്തതിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആളുടെ മനസ്സിൽ കാണും. കാരണം AIFF-ഉം നമ്മുടെ FSDലും തമ്മിലുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് ISL മുടങ്ങി കിടക്കുവാണ്. അപ്പം 100 കണക്കിന് പ്ലെയേഴ്സും അതുപോലെ തന്നെ 1000 സപ്പോർട്ട് സ്റ്റാഫും എല്ലാം ഇതിന്റെ ഈ ഇഷ്യൂ കൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടായിരിക്കാം ചിലപ്പം സുനിൽ ഛേത്രിയുടെ മൈൻഡ് അത്ര ക്ലിയർ ആയിരിക്കില്ല. കാരണം അതിന്റെ എല്ലാ ഇടയിലാണ് മെസ്സി വന്നത് എന്നുകൊണ്ടായിരിക്കും ചിലപ്പം ആൾക്കത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ AIFനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇത്രയും വലിയൊരു ചടങ്ങ് ഇവിടെ നടക്കുവാണ്. നമ്മുടെ മെസ്സി വന്നു. അപ്പൊ 14 വർഷങ്ങൾക്ക് ശേഷം മെസ്സി ഇന്ത്യയിൽ വരുന്നതാണ്. എന്നിട്ട് പോലും AIFF ഒന്ന് മെസ്സിനെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേരിൽ ഒന്ന് ആദരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വെൽക്കം ചെയ്യാനോ പോലും വന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മെസ്സി ഇവിടെ നമ്മുടെ കൊൽക്കത്തയിലും മുംബൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും വെച്ചൊന്ന് മീറ്റ് ചെയ്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേരിൽ ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ ആയി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഇത്രയും വലിയൊരു ഇതിഹാസമാണല്ലോ വന്നത്. മുംബൈയിൽ നടന്ന പ്രോഗ്രാമിൽ സുനിൽ ഛേത്രി മെസ്സിയുടെ പേര് എഴുതിയ നമ്പർ 10 എന്നുള്ള ജേഴ്സി ധരിച്ചാണ് ഇവന്റിൽ പങ്കെടുത്തത്. എനിക്ക് തോന്നുന്നു ഇതൊരു ക്യാമ്പയിന്റെ ഭാഗമായിരുന്നെന്ന് തോന്നുന്നു. മഹാരാഷ്ട്ര സർക്കാരോ മറ്റോ ഇറക്കിയ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ നമ്പർ 10 ജേഴ്സി ധരിച്ച് എല്ലാവരും എത്തിയെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും സുനിൽ ഛേത്രിക്ക് ഒരു എക്സെപ്ഷൻ കൊടുക്കാമായിരുന്നു. കാരണം ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് സുനിൽ ഛേത്രി. അതുപോലെ തന്നെ റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഒക്കെ ശേഷം ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തേക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്, ഒരു ലെജൻഡ് തന്നെയാണ് സുനിൽ ഛേത്രി. അപ്പോൾ ഛേത്രിക്ക് സ്വന്തം ജേഴ്സിയിൽ തന്നെ വരാനുള്ളൊരു ഇത് കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിത്വത്തിൽ തന്നെ സുനിൽ ഛേത്രിയെ കാണാൻ പറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക.